ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടം മാത്രം സീരിയലിന്റെ നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഇഷിതയാണെന്നുണ്ടെങ്കിൽ മഹേഷിനെ രാവിലെ തന്നെ ഡിസ്ചാർജ് ചെയ്യാട്ടോ. ഇഷിതയും മഹേഷും രാമനാഥനും കൂടി ചേർന്ന് രാവിലെ തന്നെ ഫ്ലാറ്റിലേക്ക് എത്തുന്നുണ്ട്. എത്തിയ ഉടനെ തന്നെ മഹേഷ് അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കാണ്. സ്വപ്നവല്ലി ഓടി വരുന്നുണ്ട്. മോനെ എന്ന് പറഞ്ഞിട്ട് ഓടി വരുവാണ്. എൻ്റെ മോന് എത്ര ദിവസമായിട്ട് നിന്നെ കണ്ടിട്ട്, മോനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്ക് ഒരു കുഴപ്പമില്ലമ്മേ, അതിൽ ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നത്. ആ കഥ നീ പറയണ്ട. ഡോക്ടറോട് നിർബന്ധം പിടിച്ചിട്ട് നീ തന്നെയല്ലേ ഡിസ്ചാർജ് വാങ്ങിയെടുത്തത്. അവിടെ എനിക്ക് മതിയായമ്മേ എന്ന് പറയാണ്. എനിക്ക് മനസ്സിലായി, അവളുണ്ടല്ലേ അവിടെ, ആ രചന. അതുകൊണ്ട് മാത്രല്ലമ്മേ, എനിക്ക് നിങ്ങളെയൊക്കെ കാണണമെന്ന് തോന്നി. അവിടെയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറിന്റെ പെർമിഷൻ എടുക്കണം നിങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ. അത് ഇപ്പൊ ഇവിടെങ്കിൽ അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ എന്റെ പൊന്നു മോനെ, ദൈവം നിന്നെ എനിക്ക് തിരിച്ചു തന്നല്ലോടാ. പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയാണ്. അതെ അമ്മേ, എന്റെ മക്കളും അമ്മയും ഇഷിതയും അച്ഛനും എല്ലാവരും പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാ ഞാൻ തിരിച്ചു വന്നിരിക്കണത്. അതെ മഹേഷ്, കുറച്ചേരം കിടക്ക് എന്ന് ഇഷിത പറയണം. അങ്ങനെ ഇഷിത മഹേഷിനെ കൊണ്ട് പോകുമ്പോഴേക്കും എടുത്ത വായിക്കാൻ മഞ്ജുവൻ പറയണ്ട്, ഈ വീട്ടില് മുമ്പ് ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരാള് വലത് കാല് വെച്ച് കയറിയ പിന്നെയാണ് വീട്ടില് പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങിയത് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോ തന്നെ രാമനാഥനെ മനസ്സിലായി മഞ്ജും ഉദ്ദേശിച്ചത് ഇഷിതേനെയാണെന്ന്. അത് കേൾക്കുമ്പോ തന്നെ ഇഷിതക്ക് വിഷമാവുന്നുണ്ടെങ്കിലും ഇഷിത ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇഷിത റൂമിലേക്ക് കയറി പോവാണ്. അത് കഴിയുമ്പോഴേക്കും രാമനാഥൻ സ്വപ്നയുടെ അടുത്ത് പറയുന്നുണ്ട്, നിന്റെ മോളുടെ അഹങ്കാരം ഇതുവരെ തീർന്നില്ലേ സ്വപ്ന? അവളുടെ അടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. ആ സമയത്ത് രാമനാഥൻ പറഞ്ഞിട്ട്, നോക്ക് ഇഷിത കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ടാ ആ ഐസിയുവിന്റെ ഫ്രണ്ടിൽ ഇരുന്നത്. അവളുടെ ജോലി പോലും അവള് നോക്കിയില്ല. അത് നിനക്കറിയാവോ എന്ന് പറയുമ്പോഴേക്കും, അതെ എനിക്കതൊന്നും അറിയേണ്ട ഒരാവശ്യമില്ല. രാമനാഥൻ സ്വപ്നയുടെ അടുത്ത് പറയട്ടെ, നിന്റെ മോളത്ത് മര്യാദ രീതിയിൽ സംസാരിക്കാൻ വേണ്ടി പഠിക്കണം. എന്റെ മോൻ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ആക്സിഡന്റ് കഴിഞ്ഞ് എത്തിയേ ഉള്ളൂ. അപ്പോഴേക്കും അവന്റെ മനസ്സ് നോവിപ്പിക്കണ ഒന്നും ആരും ഇവിടെ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അവർ ഈ വീട്ടിന്റെ പുറത്തിറങ്ങി സംസാരിച്ചാൽ മതി എന്ന് രാമനാഥൻ പറയാണ്. ശേഷം രാമനാഥന് റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. സ്വപ്നവല്ലി മഞ്ജുമ എടുത്ത് പറയുന്നുണ്ട്, നിനക്ക് എന്താ മഞ്ജുമേ, അവൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയാവോ? അവൾ എത്രമാത്രം ഹോസ്പിറ്റലിൽ കഷ്ടപ്പെട്ടെന്ന് അറിയാവോ മഹേഷിന് വേണ്ടി? അവളുടെ ആ ഒരു സ്നേഹം ശരിക്കും ഇപ്പോഴാണ് മനസ്സിലാക്കിയതെന്ന് സ്വപ്നവല്ലി ഇഷിതനെ കുറിച്ച് പറയുമ്പോ അതൊട്ടും തന്നെ മഞ്ജുമക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അമ്മക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷെ അവൾ ഒരിക്കലും ഞാൻ സ്നേഹിക്കില്ലമ്മേ. കാരണം എന്റെ ഭർത്താവ് എന്നെ വിട്ടിട്ട് പോയത് അവള് കാരണമാണ് എന്റെ ഭർത്താവിനെ നാട് വിടേണ്ടി വന്നത്. ആ ഒരു അവസ്ഥ ഞാൻ അവൾക്കും വരുത്തും. അമ്മ നോക്കിക്കോ, അവളും ഇവിടെ ഓടും, ഇറങ്ങി ഓടും. എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയില്ലേ, അതുപോലെ മഹേഷിനെ ഉപേക്ഷിച്ച് അവളും പോകും എന്ന് പറഞ്ഞിട്ട് മഞ്ജുമ അകത്തേക്ക് പോവാണ്. അത് കേൾക്കുമ്പോഴേക്കും സ്വപ്നവല്ലി മനസ്സിൽ വിചാരിക്കണോ, ഇവൾ എത്ര പറഞ്ഞാലും ശരിയാവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെങ്കിൽ മഹേഷ് റൂമിലെത്തിന് ശേഷം ഇഷിതെടുത്ത് പറയുന്നുണ്ട്, താനിവിടെ ഇരിക്കടോ എന്ന് പറയാണ്. മഹേഷ് യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, മഹേഷ് ഒന്ന് റെസ്റ്റ് താൻ അടുത്തിരുണ്ടെങ്കിൽ എനിക്ക് വല്ലാത്തൊരു സമാധാനമാണ് എന്ന് പറഞ്ഞിട്ട് ഇഷിതനെ അടുത്തിരുത്തി ഇരുത്താട്ടോ. വൈകിട്ടാകുമ്പോ തന്നെ നമ്മുടെ ചിപ്പി ഓടി വരുവാണ് ക്ലാസ് കഴിഞ്ഞിട്ട്. ഡാഡി എത്തിയാലോ, ഞാൻ ഡാഡിനെ കാണാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. എന്റെ പൊന്നു മോളുടെയും മോന്റെയും പ്രാർത്ഥന കാരണം ഡാഡിക്ക് പെട്ടെന്ന് സുഖമായത് കേട്ടോ. ഡാഡി അങ്ങനെയൊന്നും പറയൊന്നും വേണ്ട. ഈ അമ്മയുണ്ടല്ലോ, ഡാഡിക്ക് വേണ്ടി പ്രാർത്ഥനയോട് പ്രാർത്ഥനയായിരുന്നു. അമ്പലത്തിൽ പോയില്ലെങ്കിൽ പോലും അമ്മ എത്രമാത്രം വിഷമിച്ചെന്നും അവിടെ ഇരുന്ന് എത്രമാത്രം കരഞ്ഞിട്ടുണ്ടെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ മക്കളുടെ പ്രാർത്ഥന മാത്രമല്ല, അമ്മയുടെയും പിന്നെ അച്ഛമ്മയുടെയും അച്ചാച്ചന്റെയും മുത്തശ്ശിന്റെ എല്ലാവരുടെ പ്രാർത്ഥന കാരണമാണ് ഡാഡി പെട്ടെന്ന് റിക്കവർ ആയത്. അപ്പോ നമ്മുടെ മഹേഷ് ചോദിക്കണ്ടല്ല, ഇന്ന് സ്കൂളിൽ ആദ്യം വന്നില്ലേ? വന്നിരുന്നു. ആദ്യേട്ടൻ വീട്ടിൽ പോയിട്ട് ഇവിടെ വരുമായിരിക്കും എന്ന് പറയാണ്. രചന വിടാൻ ചാൻസ് ഇല്ല. ആദ്യേട്ടൻ വരും ഡാഡി, എനിക്ക് ഉറപ്പാ എന്നൊക്കെ പറയാണ്. വൈകിട്ട് തന്നെ സ്കൂൾ വിട്ട് ഉടനെ തന്നെ ആദ്യം മുടിയൊക്കെ ചീവി വൃത്തിയാക്കിയിട്ട് മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് പോകാൻ റെഡി ആവാട്ടോ. അത് കാണുമ്പോഴേക്കും ഇഷിത ചോദിക്കുന്നുണ്ട്, ഇഷിതല്ല രചന ചോദിക്കണ്ടല്ല, മോനെ നീ മഹേഷിനെ കാണാൻ വേണ്ടി പോവാണോ? അതെ, ഡാഡി വീട്ടിലെത്തിയിട്ടുണ്ട്, ഡാഡിനെ കാണാൻ വേണ്ടി പോവുക. എങ്കിൽ മമ്മിയും കൂടെ വരാം. മമ്മി വരാന്നോ? ശരിക്കും മമ്മി വരുന്നുണ്ടോ? അതിനെന്താ, ഞാൻ വന്ന പ്രശ്നം? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. സാധാരണ മമ്മിയോടെ വരാറില്ലല്ലോ. നിന്റെ ഡാഡി എന്ന് വെച്ചാ എന്റെ രണ്ട് കുട്ടികളുടെയും അച്ഛനല്ലേ. എനിക്ക് പിന്നെ അദ്ദേഹത്തിനെ കാണാൻ പോകണ്ടേ? ഒരു സമയത്ത് ഞാൻ ഒരുപാട് സ്നേഹിച്ചതല്ലേ. അല്ല മമ്മി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ മോനെ? അല്ല, മമ്മി ഇപ്പൊ ഡാഡിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടോ? ഡാഡിയുടെ കൂടെ വീണ്ടും ജീവിക്കാൻ വേണ്ടി മമ്മി ആഗ്രഹിക്കുന്നുണ്ടോ? മോനെന്താ അങ്ങനെ ചോദിച്ചത്?
എന്റെ മനസ്സ് മോൻ അറിയില്ലേ, നിന്റെ ഡാഡിനെ ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്, നിന്റെ ഡാഡിയുടെ കൂടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് വേണോ നിനക്കറിയാനായിട്ട്? നിനക്കതൊന്നും നേരത്തെ മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാ മമ്മിയും കൂടി വാ, അല്ല തിരിച്ചു വരുമ്പോ ആകാശങ്ങള് അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് രചന മോനെയും കൂട്ടിക്കൊണ്ട് പോവാട്ടോ. വൈകിട്ടാവുമ്പോഴേക്കും ആരോ ബെല്ലടിക്കാണ്. അപ്പോഴേക്കും സ്വപ്നവലി പറയണ്ടേ, ഞാൻ പോയി നോക്കാം എന്ന് ഇഷിതടുത്ത് പറയാണ്. സ്വപ്നവലി വാതിൽ തുറക്കുമ്പോഴേക്കും നമ്മുടെ ആദിയാണ് കേട്ടോ. ദേ ആദിയാണെന്ന് പറയുമ്പോ ഇഷിതക്കും മഹേഷിനൊക്കെ സന്തോഷാവാണ്. ആദിയോ വാ എന്ന് പറയാണ്. പെട്ടെന്നാണ് ആദിയുടെ പുറകേല് നമ്മുടെ രചനനെ കാണുന്നത്. അത് കാണുമ്പോ തന്നെ സ്വപ്നവലിയുടെ മുഖം ആകെ മാറുവാട്ടോ. സ്വപ്നവലി രചനനെ വിളിക്കണമൊന്നുമില്ല, ആദിനെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ്. പെട്ടെന്ന് തന്നെ മഞ്ജിമ വരുന്നുണ്ട്. ഇതാര്, രചനയോ? രചന എന്താ പുറത്തിന് നിന്നത്? വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് ക്ഷണിക്കാട്ടോ. അത് കാണുമ്പോഴേക്കും രാമനാഥനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. വേഗം തന്നെ സ്വപ്നവല്ലി എടുത്ത് ചോദിക്കുന്നുണ്ട് രചന. അല്ല മഹേഷ് എവിടെയാന്ന് ചോദിക്കുമ്പോ സ്വപ്നവല്ലി മറുപടി ഒന്നും പറയുന്നില്ല. ആ സമയത്ത് നമ്മുടെ ആദ്യം ചോദിക്കണ്ട, എല്ലാച്ചമ്മേ ഡാഡി എവിടെയാ? ഡാഡി റൂമിലുണ്ട് മോനെ എന്ന് പറയാണ്. ഞാൻ ഡാഡിനെ കണ്ടിട്ട് വരാം, ഞാനും വരാം എന്ന് പറഞ്ഞിട്ട് രചനയും കൂടി റൂമിലേക്ക് പോകാട്ടോ. സ്വപ്നവല്ലി എടുത്ത് രാമനാഥൻ പറയേണ്ടതേ അവൻ സമാധാനത്തിന് വേണ്ടി ഡിസ്ചാർജ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്, അപ്പൊ ഇവിടെ സമാധാനം കൊടുക്കില്ലെന്നാണോ എന്ന് ചോദിക്കാണ്. ഞാൻ എന്ത് ചെയ്യാനേ, കേറി വന്നത് കണ്ടില്ലേ, അതും ആദീനെയും കൂട്ടിക്കൊണ്ടാ വന്നത്. അവക്ക് ബുദ്ധിയുണ്ട്, ആദിനെയും കൂട്ടിക്കൊണ്ട് വന്ന നമ്മളൊന്നും പറയില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ആദിനെയും കൂട്ടിക്കൊണ്ട് വന്നത്. ഇതെന്തൊരു കഷ്ടമാണ് എന്നൊക്കെ രാമനാഥൻ പറയാട്ടോ. ശേഷം രചന മഹേഷിന്റെ അടുത്ത് പോകുന്നുണ്ട്. ആദ്യം ഉള്ളത് കൊണ്ട് മഹേഷിനൊന്നും പറയാൻ പറ്റുന്നില്ല. മഹേഷിനോട് പറയുന്നുണ്ട്, മഹേഷ് മരുന്നൊക്കെ കഴിച്ചോ? കഴിക്കാൻ പോകുന്നേ ഉള്ളൂ, എങ്കിൽ ഞാൻ എടുത്തരാം എന്ന് രചന പറയാണ്. ശേഷം മരുന്നെടുത്ത് രചന കൊടുക്കാട്ടോ. ആ സമയത്ത് ഇഷിത വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോയതായിരിക്കും. ഇഷിത വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോയതാണ്. ഇഷിത വെള്ളം എടുത്തിട്ട് അകത്തേക്ക് വരുമ്പോഴേക്കും ഞെട്ടി പോവാട്ടോ. ആ വെള്ളത്തിന്റെ ഗ്ലാസ് വേഗം തന്നെ രചന വാങ്ങിക്കാണ്. ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം മഹേഷിന് കൊടുക്കാണ്. ആദ്യം നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മഹേഷിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ വെള്ളം വാങ്ങിച്ച് മഹേഷ് മരുന്ന് കഴിക്കുന്നുണ്ട്. ഇഷിതക്കാണെങ്കിൽ സഹിക്കാൻ പറ്റും കേട്ടോ. നേരം ഇരുട്ടുന്നുണ്ട്, പക്ഷേ രചന അവിടുന്ന് പോകുന്നേ ഇല്ല. ഇഷിതക്ക് കാര്യം മനസ്സിലായി, രചനക്ക് അവിടെ പോകാനുള്ള ഒരു ഉദ്ദേശവും ഇല്ല. മാത്രല്ല പറ്റുമെന്നുണ്ടെങ്കിൽ മഹേഷിന്റെ കൂടെ ഒരുമിച്ച് കഴിയാനാണ് രചനയുടെ ഭാവമെന്ന് ഇഷിതക്ക് മനസ്സിലായി. അതേ പിന്നെ ഇഷിത ഭയങ്കര ദേഷ്യത്തിലാണ് മഹേഷിനോട് പെരുമാറണത്. മഹേഷ് ഇഷിത കുറച്ച് വെള്ളം എടുത്തെടുത്താ എന്ന് പറയുമ്പോ ഇഷിത ദേഷ്യത്തിലാണ് മഹേഷിന് വെള്ളമൊക്കെ എടുത്തു കൊടുക്കുന്നത്. തനിക്കെന്താണ് ഇത്ര ദേഷ്യം എന്ന് മഹേഷ് ചോദിക്കുമ്പോ അല്ല, മഹേഷിന്റെ കാര്യങ്ങൾ നോക്കാൻ ഇപ്പൊ പുതിയൊരാള് വന്നല്ലോ എന്നൊക്കെ കുത്തി പറയുന്നുണ്ട് ഇഷിത. പക്ഷെ രചന ഇതുകൊണ്ടൊന്നും തീർക്കുന്നില്ല കേട്ടോ. ആദ്യത്തെ ദിവസം രചന വീട്ടിൽ തിരിച്ചു പോകും, ആകാശിന്റെ വീട്ടില്. പക്ഷെ അടുത്ത ദിവസം മുതൽ രചന തിരിച്ചു പോകുന്നില്ല. മഹേഷിന്റെ വീട്ടിൽ എങ്ങനെയെങ്കിലൊക്കെ പിടിമുറുക്കി അവിടെ കഴിയാനാണ് രചന നോക്കുന്നത്. പിന്നെ ഇഷിതയ്ക്ക് ഒരു തെറ്റിദ്ധാരണ വരുത്തും വേണം. താനും മഹേഷും തമ്മിൽ ഇപ്പോഴും ഒരു ബന്ധം ഉണ്ടെന്ന് ഇഷിതനെ കാണിക്കുകയും വേണം. അതിനുവേണ്ടി പഠിച്ച പണി 18 നോക്കാണ് രചന. എന്തായാലും ഈ ആഴ്ച നല്ല അടിപൊളി ഭാഗങ്ങളാണ്. പിന്നെ ഒരു പുതുമുഖം വരുന്നുണ്ട് മഹേഷിനെ സഹായിക്കാൻ വേണ്ടി. അതുകൊണ്ട് രചനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയവും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.